എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖസമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ നല്ലൊരു ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായിത്തീരുവാൻ യൂണിവേഴ്സ് സർവരെയും സദാ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഈ ചാനലിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഓമനപ്പേരോടെ പറഞ്ഞു നടക്കുകയും ട്രീറ്റ്മെൻറ്റിന് വിധേയമാവുകയും അതൊരു ബാധ്യതയും ബുദ്ധിമുട്ടുകളും അത് കുടുംബനാഥനാകട്ടെ ഫാമിലി ആകട്ടെ അത്തരത്തിൽ അനുഭവിച്ചുകൊണ്ട് കഷ്ടതയിലേക്ക് സാമ്പത്തിക ക്ലേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ചുറ്റുപട്ടും നൈബേഴ്സിലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് നമ്മൾക്കുണ്ടാകുന്ന അസുഖങ്ങളുടെ കാരണത്തെ കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിലവിൽ അസുഖങ്ങൾ വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഉള്ള അസുഖങ്ങളെ ഗ്രാജുവലി കുറച്ചുകൊണ്ട് ഹെൽത്തി ലൈഫ് ആയിത്തീരുവാൻ നമ്മൾക്ക് സാധ്യമാകുന്നതാണ്. അതിലേക്ക് വേണ്ടിയിട്ടാണ് പല വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ്. ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. അതായത് അഡിക്കേറ്റ് ആയിട്ടുള്ള ആവശ്യത്തിന് നമ്മൾക്ക് വേണ്ട സ്ലീപ്പ് കൊടുക്കാൻ കഴിയുക, ഉറങ്ങാൻ കഴിയുക, നല്ല ഫുഡ് കഴിക്കാൻ കഴിയുക. നല്ല ഫുഡ് എന്ന് പറയുമ്പോൾ ബേക്കറി സാധനങ്ങൾ, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഇത്തരം സാധനങ്ങളെ കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ടോ നല്ല സമീകൃത ഫുഡ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ്, മിനറൽസ്, അതോടൊപ്പം തന്നെ ന്യൂട്രിയൻസ്, പ്രോട്ടീൻ, മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ്, റോ വെജിറ്റബിൾസ്, കുക്ക്ഡ് വെജിറ്റബിൾസ്, അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സുകൾ, നട്ട്സുകൾ, ഇത്രയും കാര്യങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ദിവസങ്ങളിൽ ആവശ്യത്തിന് പെടുത്തിക്കൊണ്ട് സമീകൃതമായ ഒരു ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ നമ്മൾക്ക് ആരോഗ്യകരമായ ജീവിതം ഉണ്ടായിത്തീരും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഫുഡിനെ കുറിച്ച് പറഞ്ഞു, നല്ല ഉറക്കത്തിനെ കുറിച്ച് പറഞ്ഞു, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ചായ, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സുകൾ, ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന മറ്റു പാനീയങ്ങളൊക്കെ ഒഴിവാക്കുകയോ കുറച്ചുകൊണ്ടോ നല്ലൊരു ആരോഗ്യകരമായ ജീവിതം ജീവിക്കാൻ കഴിയുന്നതാണ്. ഓരോ വ്യക്തിക്കും ഓരോ ദിവസവും ഒരു 2 ലിറ്റർ മിനിമം എങ്കിലും 2 തുടങ്ങി 3 ലിറ്റർ വെള്ളം, ശുദ്ധജലം കുടിക്കാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെള്ളം കുടിച്ചുകൊണ്ട് നമ്മുടെ മലശോധന അല്ലെങ്കിൽ ഡൈജഷനോടനുബന്ധിച്ചിട്ടുള്ള ഡീഹൈഡ്രേഷനൊക്കെ പരിഹരിക്കുന്നതിലേക്ക് ശുദ്ധജലം രാവിലെ തന്നെ കുടിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് 2 തുടങ്ങി 3 ലിറ്റർ ശുദ്ധജലം കുടിക്കാൻ ശ്രമിക്കുക. ചായ, കാപ്പി, കൊക്കക്കോള, പെപ്സി അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സുകളെല്ലാം കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ക്രമേണ കുറച്ചുകൊണ്ടോ അത്തരത്തിൽ നല്ല ശുദ്ധജലം കുടിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മെൻ്റൽ റിലാക്സേഷൻ, പ്രയർ, പ്രാണായാമം അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇഷ്ടത്തോടെ വ്യാപൃതമായിക്കൊണ്ട് മെൻ്റലി റിലാക്സേഷനും ശ്രമം നടത്തുക. അത്തരത്തിൽ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹെൽത്ത് ഉണ്ടാകാൻ സഹായകരമാവുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ്, ഒരു 55 കിലോ വെയിറ്റുള്ള ഒരു വ്യക്തി ഒരു 55 ഗ്രാം അല്ലെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ കഴിക്കേണ്ടതാണ്. ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ഫുഡിൻ്റെ പാറ്റേൺ അനുസരിച്ച് ആ 55 ഗ്രാം ചെല്ലുന്നുണ്ടാവില്ല. അധികരിച്ചിട്ടുള്ള സ്റ്റാർച്ചിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് അതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇപ്പോൾ ഒരു പ്ലേറ്റിനെ ഒരു 4 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4/1 ഭാഗം മാത്രം സ്റ്റാർച്ച് പെടുത്തിക്കൊണ്ട് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, പുട്ട് അത്തരത്തിലുള്ള അരിയാഹാരത്തിൻ്റെ 4/1 3/1 ആക്കിക്കൊണ്ട് ബാക്കി 3 ഭാഗങ്ങൾ ഓരോന്നായിട്ട് പ്രോട്ടീൻ കണ്ടൻസ് അല്ലെങ്കിൽ നട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, റോ വെജിറ്റബിൾസ് അത്തരം കാര്യങ്ങൾ പെടുത്തിക്കൊണ്ടും ആരോഗ്യകരമായ ജീവിതം ജീവിക്കാൻ സാധ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യന് കുറച്ചൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് രോഗവുമായിട്ട് ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുമ്പോൾ കുറച്ച് നടത്തവും മറ്റു കാര്യങ്ങൾ ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകാതെ ആ രോഗിയായി തീരുന്നതിന് മുന്നേ തന്നെ കുറച്ചൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടത്താം. യോഗ, എക്സസൈസ്, സ്വിമ്മിങ്, സൈക്ലിങ്, വാക്കിങ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ആരോഗ്യകരമായ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ ഈ ചാനൽ ഒപ്റ്റിമം വെൽനസ് 2 NOB 24 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളും ഇൻഫർമേഷനും അതാത് സമയം നിങ്ങളിലേക്ക് എത്തുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും അടുത്തതായി ഇതിനോടനുബന്ധിച്ച മറ്റ് ഇൻഫർമേഷനുമായി മറ്റു വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.